നാളെ അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും നശിച്ചവര്, ഏറ്റവും മോശമായവരാരാണ്, ഏറ്റവും വൃത്തികെട്ടവരാരാണ്? അള്ളാഹു അവരുടെ മുഖത്ത് നോക്കാറില്ല, അള്ളാഹു സംസാരിക്കാറില്ല, അള്ളാഹ് കരുണ കാണിക്കാറില്ല. മൂന്ന് വിഭാഗമാണവര്, മൂന്ന് വിഭാഗമാണവര്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നവരാരെന്നറിയുമോ? അതിലെ ഒരു വിഭാഗമാരാ തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവനാ. സ്വന്തം ഭാര്യ തലമറയ്ക്കാറില്ല, അവൾ ഔറത്ത് മറയ്ക്കാറില്ല. നീ താടിയുള്ളവനാണ്, നീ ഹാജിയാരാണ്, നീ കമ്മറ്റിക്കാരനാണ്, നീ നാട്ടിൽ അറിയപ്പെടുന്നവനാണ്, നിന്റെ പൊന്നുമോള് തലമറയ്ക്കാറില്ല. അവള് പടച്ചവനെ ഇന്ന് ഫാഷനാണോ? പഠിക്കുന്ന മക്കള് പടച്ചവനെ ഷാള് തലയിലിടാനുള്ളതല്ല, കഴുത്തിൽ ഇങ്ങനെ തൂക്കാനുള്ളതാണ്. പടച്ചവനെ എന്തൊരവസ്ഥ എന്നറിയുവോ? എന്തിനാ മോളെ തലയെ തുണിയിടുന്നത്? ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഇടുന്നത്? ഞാൻ ഇന്ന് റഫീഖുമായിട്ട് വരുമ്പോ സ്ഥലം പറയണില്ല, ഞാൻ ഇങ്ങനെ കണ്ടു റോഡിൽ കൂടെ പോവാ, എല്ലാത്തിന്റെ കഴുത്തിൽ ഇങ്ങനെ. എന്തിനാ തലയെ തുണി? അല്ല, ഇപ്പത്തെ പെൺകുട്ടികൾ പണ്ടുള്ളവർ ഇങ്ങനെ തലേ തുണിയിടും, മുഴുവനും മറച്ചിട്ട്. ഇപ്പൊ ബാക്ക് സൈഡിൽ കെട്ടിവെച്ചിരിക്കുന്ന മുടി ഇത്രയും ഇവിടെ പുറന്നടക്ക. എന്തിനാ ഇടുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇടണ്ടല്ലോ, നിർബന്ധം നിങ്ങൾക്ക് വേണം. അപ്പൊ വാപ്പ ചോദിക്കുന്നത് ഉസ്താദ്, അതൊക്കെ അവരുടെ അവകാശമല്ലേ, അവരുടെ സ്വാതന്ത്ര്യമല്ലേ? സ്വാതന്ത്ര്യമില്ലേ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഇന്ന് സ്വാതന്ത്ര്യമല്ലേ? ഇന്ന് തൊടുന്നത് തെറ്റാണോ? കൂടെ പഠിക്കുന്നവന്റെ ശരീരത്ത് തൊടുന്ന തെറ്റാണ്. ഇപ്പൊ കണ്ടില്ലേ, കണ്ണിങ്ങനെ പൊത്തിപ്പിടിക്കും, ഒന്ന് ചുംബനം കൊടുക്കും. എന്നാ രസം എന്നറിയാം. കണ്ണിങ്ങനെ പൊത്തിപ്പിടിക്കുന്നു, ഒരു പെൺകുട്ടി ഇങ്ങനെ കണ്ണ് പൊത്തിപ്പിടിക്കുന്നു, ഒരു പെണ്ണ് വന്നു ഉമ്മ കൊടുക്കുന്നു, എന്നിട്ട് അവള് മാറി നിൽക്കും. അപ്പൊ ആണ് ഫ്രണ്ടിൽ പോയി നിൽക്കും. ഓ, പണ്ടത്തെ പെണ്ണുങ്ങളായിരുന്നെങ്കിൽ പെടലിക്കൊന്ന് കൊടുത്തേനെ. നിങ്ങൾ നോക്കിയേ, ഉണ്ടായിട്ടാ ചങ്ങായിമാരെ, നിങ്ങൾ നോക്കിയേ. ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണിന്റെ കണ്ണൊരു പെണ്ണ് പൊത്തിപ്പിടിക്കും, എന്നിട്ടൊരു പെണ്ണ് ചെന്ന് ചുണ്ടിൽ ഉമ്മ കൊടുക്കും, അല്ലെങ്കിൽ കബളിൽ ഉമ്മ കൊടുക്കും, അവള് മാറും, പിന്നെ ഒരാട് ഫ്രണ്ടിൽ വന്ന് നിൽക്കും. പണ്ടെങ്ങാണം ആയിരുന്നെങ്കിൽ ആ നിൽക്കുന്നവന്റെ തല കണ്ണി കൂടെ കിളി പറന്നേനെ, ഒരെണ്ണം കൊടുത്തേനെ. ഇന്നോ അയ്യോ എന്തൊരു നാണം. ഇല്ലേ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാ വാപ്പ ഞാൻ ചോദിക്കട്ടെ, നിന്റെ മക്കള് നിന്റെ ഭാര്യ തെറ്റ് ചെയ്താൽ നീ തിരുത്തണം. തിരുത്തിയില്ലെങ്കിൽ നീ ഏത് കൊലകൊമ്പനാണെങ്കിലും നീ നാളെ വെള്ളം കുടിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ ഇനി എത്ര വലിയ മഹാനാണെങ്കിലും അല്ലാഹു നിന്നെ വെറുതെ വിടില്ല. അല്ലാഹു നിന്നോട് കരുണ കാണിക്കില്ല. അല്ലാഹു നിന്നോട് ഒരു പരിഗണനയും കാണിക്കൂല. നാറും ബാപ്പാ, നാളെ പരലോകത്ത് ദുർഗന്ധമടിക്കുന്ന രൂപത്തില് അല്ലാഹു നിന്നെ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഭാര്യമാരെ നിങ്ങൾ അടിമകളാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് വേണ്ട അവകാശങ്ങൾ കൊടുക്കൂ, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കൂ. അവര് തെറ്റ് ചെയ്താ നീ തിരുത്തുവാപ്പാ. നീ ഭർത്താവല്ലേ, നീ ഭർത്താവല്ലേ. നിന്റെ ഉത്തരവാദിത്തം എത്ര വലുതാണെന്നറിയുമോ? ഞാൻ നിനക്കൊരു ഭർത്താവിനെ പരിചയപ്പെടുത്താ. നീ മദീനത്ത് പോകാറുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് കാണാൻ നീ മദീനത്ത് പോകുമ്പോ ആ പ്രവാചകന്റെ റൗളയുടെ പരിസരത്ത് കിടക്കുന്ന ഒരു ഖബർസ്ഥാനാണ് ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാൻ. നബി തങ്ങളുടെ മകള് കിടക്കുന്ന, ഭാര്യമാര് കിടക്കുന്ന, സ്വഹാബത്ത് കിടക്കുന്ന ആ ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിലൂടെ നടന്നങ്ങ് മധ്യഭാഗത്ത് ചെല്ലുമ്പോ അടയാളം വെച്ച ഒരു ഖബർ കാണാ. ഒരു പോലീസുകാരെ കാവല് നിൽക്കുന്നത് കാണാ. ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇതാരുടെ ഖബറാ, ഇതാരുടെ ഖബറാ? ആ പോലീസുകാരൻ പറയും, സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാണ്, രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹാബത്ത് മുഴുവനും ഹജ്ജിന് പോയി. അപ്പോഴാണ് അന്യനാടുകളിൽ നിന്ന് 600ഓളം വരുന്ന ശത്രുക്കളെ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളെ വീടിന്റെ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. വീട് വളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു കാര്യവും ചെയ്യാൻ വിടുന്നില്ല, നിസ്കരിക്കാൻ പോലും വിടുന്നില്ല.
വരുന്നില്ല. പടച്ചവനെ അധികാരം വിട്ടുകൊടുക്കാൻ ഉസ്മാൻ തങ്ങൾ തയ്യാറായില്ല. അവസാനം വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പോലും വിടാതെ ഉസ്മാൻ തങ്ങളെ വീടിനകത്ത് അടച്ചു വെച്ചിരിക്കുമ്പോ ഉസ്മാൻ തങ്ങളെ വീടിനകത്ത് നിസ്കാരപ്പായിലിരുന്ന് ഖുർആൻ ഓതുകയാ. അപ്പോഴാണ് ശത്രുക്കള് വാതിൽ തീയിടുന്നത്. ഉസ്മാൻ തങ്ങളുടെ വീടിനകത്തേക്ക് ഇരച്ചു കയറി നിസ്കാരപ്പായിലിരിക്കുന്ന ഉസ്മാൻ തങ്ങളുടെ താടിയിൽ പിടിച്ചിട്ട് ശത്രുക്കൾ ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് വാളുകൊണ്ട് വെട്ടുകയാ. തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോ മഹദിയായ നായില ബീവി റളിയല്ലാഹു തആല അൻഹാ, നായില ബീവി റളിയല്ലാഹു തആല അൻഹാ ഭാര്യയാണല്ലോ, പെണ്ണാണല്ലോ, തന്റെ ഭർത്താവിനെ കൊല്ലുന്നത് കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാ. നിലവിളിച്ചുകൊണ്ട് ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടുന്നത് കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന ഷാളുണ്ടല്ലോ ഒന്ന് പുറകിലേക്ക് മാറിയുമ്മ. നീ വഅദിന് വന്നപ്പോഴും തലമറച്ചിട്ടില്ല. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയായ നായില ബീവി തന്റെ തലയിലിട്ടിരുന്ന ഷാള് നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോ ഒന്ന് പുറകിലേക്ക് മാറി. ഒരൽപ്പം മുടി ഇങ്ങനെ പുറത്തേക്ക് വീണു, ഒരൽപ്പം മുടി ഇങ്ങനെ പുറത്തേക്ക് വീണു. നായില ബീവി മുടി പുറത്തിട്ടതല്ല, നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോ തന്റെ ഭർത്താവിനോട് ചെയ്യുന്ന ക്രൂരത കണ്ടപ്പോ പേടിച്ച് എഴുന്നേറ്റപ്പോൾ അറിയാതെ മുടി പുറത്ത് വീണതാ. ഉസ്മാൻ തങ്ങൾ മരണത്തോട് മല്ലടിക്കുകയാണ്. ശത്രുക്കൾ അവിടെ നിന്ന് വെട്ടുമ്പോ ഉസ്മാൻ തങ്ങൾ നോക്കുമ്പോ തന്റെ ഭാര്യയുടെ മുടി ഇങ്ങനെ പുറത്ത് കാണുകയാ. ഉസ്മാൻ തങ്ങൾ വിളിച്ചു, നായില, എന്നെ ഇവരെ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ നായില, എനിക്ക് പേടിയില്ല നായില, എനിക്ക് പേടിയില്ല നായില, എന്നെ നീ വിട്ടേക്ക് നായില, എനിക്ക് പേടി ഇവരെന്നെ കൊല്ലുന്നതിനല്ല. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് മരണത്തിന്റെ വേളയിൽ പറയുകയാണ്, ഇവരെന്നെ കൊല്ലുന്നതിൽ എനിക്ക് പേടിയില്ല നായില, എന്നെ നീ വിട്ടേക്ക് നായില, എനിക്ക് പേടി എന്തെന്നറിയുമോ, നിന്റെ മുടി പുറത്ത് കിടക്കുന്നു നായില, അത് നിന്റെ ഔറത്താനായില്ല. അന്യ പുരുഷന്മാര് നിന്റെ ഔറത്ത് കാണുന്നു നായില, ഹിജാബ് ധരിക്കുനായില്ല, ഹിജാബ് ധരിക്കുനായില്ല, എനിക്കല്ലാനെ പേടിയാനായില്ല. തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ ഏത് പെണ്ണും ഒന്ന് വിരളുവല്ലോ. നായില ബീവി റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന ഷാളൊന്ന് പുറകിലേക്ക് മാറിയിട്ട് ഒരല്പം മുടി താഴെ വീണു. ഉസ്മാൻ റളിയല്ലാഹു തആല കണ്ടപ്പോ പറയാ, എന്നെ വിട്ടേരനേ, ഇവരെന്തോ ചെയ്യട്ടെ, എനിക്ക് പേടിയൊന്നുമില്ല, നീയും പേടിക്കണ്ട. പിന്നെ എനിക്ക് പേടി നിന്റെ മുടി ഇവര് കാണുന്നു, നിന്റെ ഔറത്ത് അന്യ പുരുഷന്മാര് കാണുന്നു. അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയണം മോളെ, നീ തലമറക്കി, നീ ഔറത്ത് മറക്കി എന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല. ഇതാ ഭർത്താവ്, ഇതാണ് ഭർത്താവിന്റെ ബാധ്യത. ചെലവിന് കൊടുത്താൽ മാത്രം പോരാ, ഓളുടെ തെറ്റുകൾ തിരുത്തണം, ഓളെ നന്നാക്കണം. അല്ലാതെ പറഞ്ഞു വിടലല്ല, പൊട്ടേന്ന് പറഞ്ഞ് തള്ളലല്ല. ബാപ്പ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താവള്, അവളെ നീ പൊന്നുപോലെ നോക്കണം. അവൾക്ക് ആവശ്യമുള്ളതൊക്കെ കൂടെ അടിമയെ പോലെ വെക്കണമെന്നല്ല, ഭാര്യക്ക് ചെലവിന് കൊടുക്കണം. ഭർത്താവിന്റെ ബാധ്യതയാ, വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്ക്. ഭാര്യക്ക് കൊടുക്കാൻ നീയല്ലേ ഉള്ളൂ. അല്ലാതെ ചെലവിന് കൊടുക്കാത്ത ഭർത്താക്കന്മാര് നടന്ന് പെണ്ണ് കെട്ടുന്നുള്ളവരുണ്ട്. 3-4 കെട്ടും. 4 പെണ്ണ് കെട്ടാൻ കുഴപ്പമൊന്നുമില്ല, എത്ര വേണമെങ്കിലും കെട്ടിക്കോ. പക്ഷെ പെണ്ണുങ്ങളോടുള്ള ബാധ്യത പാലിക്കണം. ചില ഭർത്താക്കന്മാര് ചെലവിന് പോലും കൊടുക്കത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭർത്താക്കന്മാര് ചെലവിന് കൊടുക്കണം ഭാര്യയ്ക്ക്. ചിലര് പള്ളി അറിഞ്ഞ് ഒന്നിനെ കെട്ടും, നാട്ടുകാരറിഞ്ഞ് കുടുംബക്കാരറിഞ്ഞ് ഒന്ന് കെട്ടും, പോയിട്ട് വേറെ എവിടെങ്കിലും പോയി ഒളിച്ചൊന്നിനെ കൂടെ കെട്ടും. എന്നിട്ട് വാടക വീട്.
എന്താ വാപ്പ ചിന്ന വീടാ? അങ്ങനെ പാടില്ലല്ലോ. എടോ, നിനക്ക് 2 ഭാര്യമാരുണ്ടെങ്കിൽ 2 പേരെയും വേർതിരിവില്ലാതെ കാണണം. എന്തിനാ ഒളിച്ചും പാത്തും കെട്ടുന്ന? ഓളോട് പോയി പറ. നിനക്ക് പെണ്ണ് കെട്ടണമെങ്കിൽ ഭാര്യ എടുത്ത് പോയി പറ, എനിക്ക് ഒന്നുകൂടെ കെട്ടണമെന്ന്. എന്തിനാ ഒളിച്ചും പാത്തും? എന്തിനാ വാപ്പ? എന്നിട്ട് ആഴ്ചയിൽ 2 ദിവസം കാണാൻ പോകും, ബാക്കി ദിവസം വാടക വീട്ടിൽ കിടന്നോണം, തിന്നാൻ കൊടുക്കും. അല്ലാഹു അഅല. ചിലത് പിന്നെ തിന്നാനും കൊടുക്കത്തില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചുമ്മാതല്ല പെണ്ണുങ്ങൾ മോട്ടിക്കുന്നത്, അടിച്ചു മാറ്റുന്നത്. ഭർത്താവ് ഭാര്യ നാട്ടുകാരുടെ അബൂ സുഫിയാൻ, നിങ്ങറിയോ, മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ, ഹിന്ദ് റളിയല്ലാഹു തആല നബിതങ്ങളോട് ഒരു മസ്അല ചോദിച്ചു. നബിയെ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ ജനങ്ങളുടെ മുമ്പിലൊക്കെ വലിയ ആളാ, അറിയപ്പെടുന്ന ആളാ, പക്ഷെ ചെലവിനൊന്നും തരാറില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനോട് ചോദിക്കാതെ, അനുവാദമില്ലാതെ ഞാൻ എന്ത് ചെയ്യും? പൈസ എടുക്കാറുണ്ട്. അത് അനുവദനീയമാണോ അല്ലയോ? നബിതങ്ങളോട് മസ്അല ചോദിച്ചു. ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ പെണ്ണുങ്ങൾ പൈസ എടുക്കാറുണ്ടല്ലോ, അപ്പൊ അത് എടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നാണ് ഹിന്ദ് റളിയല്ലാഹു തആല നബിതങ്ങളോട് മസ്അല ചോദിച്ചു. നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ ഭാര്യമാര് പൈസ എടുക്കാറില്ലേ? പാടുണ്ടോ എടുക്കാൻ? പാടുണ്ടോ? ഞാൻ പറഞ്ഞു തരട്ടെ മസ്അല. പാടുണ്ടോ ഇല്ലയോ ഞാൻ പറഞ്ഞു തരട്ടെ താത്താമാരെ. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, ഭർത്താവ് ചെലവിന് തരുന്നില്ല, എനിക്ക് ആവശ്യമുള്ളത് പോലും തരുന്നില്ല, അത്യാവശ്യമുള്ളത് പോലും തരുന്നില്ല. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളാൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ നിനക്ക് ആവശ്യമുള്ളത് ചെലവിന് തരുന്നില്ല, അത്യാവശ്യമുള്ളത് പോലും തരുന്നില്ല. അപ്പൊ നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ. എത്തീങ്കാനയിലാക്കരുത് കേട്ടോ, ഭർത്താവിനെ എത്തീങ്കാനയിലാക്കിയേക്കരുത്. അതുകൊണ്ട് നീ മേടിച്ചു കൊടുക്ക്, ഇല്ലെങ്കിൽ ഓളെ എടുക്കുന്നതിൽ എന്താ അല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പോക്കറ്റൊക്കെ നോക്കിക്കോ, ഇനി പൈസ പോക്കറ്റിൽ വെക്കണ്ട. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നീ മരണപ്പെട്ടാൽ നിന്റെ ഭാര്യ പറയണം, നാട്ടുകാരല്ല, നിന്റെ കൂടെ കടന്നവള് പറയട്ടെ നീ നല്ലവനാണെന്ന്. നീ ആണാണെങ്കിൽ അങ്ങനെ അവളെ കൊണ്ട് പറയിപ്പിക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ചുമ്മാതെ ഭാര്യയോട് ചോദിക്കണം, എടി ഉസ്താദ് പറഞ്ഞത് കേട്ടോ, ഞാൻ മരിച്ച നീ എന്നെ കുറിച്ച് നല്ലവനാണെന്ന് പറയുവോ? ചുമ്മാതെ ഒന്ന് ചോദിച്ചു നോക്ക്. ആമിന ചിരിക്കും, ആയിഷ ചിരിക്കും. ആ ചിരിക്കകത്തുണ്ടല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഓള് ചിരിക്കും, നിങ്ങളെ കുറിച്ച് ഞാൻ പറയണം നല്ലവനാണെന്ന്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയം 11:45 കഴിഞ്ഞു. ഞാൻ 11:45 പറഞ്ഞ്. ഇപ്പം ടൈമിലാണ് വണ്ടി ഓടുന്നത്. ഇപ്പൊ കറക്റ്റ് ടൈമിങ്ങിലാണ് വണ്ടി ഓടുന്നത്. എന്ത് വേണം? നിർത്തണോ പറയണോ? ഇരുന്നാ ഒരെണ്ണം കൂടെ പറയാം, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇനി വേണം പോയി കഴിക്കാൻ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട്. ഒരെണ്ണം കൂടെ പറയണോ നിർത്തണോ? പറയണോ എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അപ്പൊ ഓഡിറ്റോറിയം കെട്ടണ്ടേ? ഞാൻ ചോദിക്കുമ്പോഴും ഇതുപോലെ കൈ പൊക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അപ്പോഴിതുപോലെ നിങ്ങൾ പൊക്കണം. അൽഹംദുലില്ലാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് പറഞ്ഞപ്പോ പെണ്ണുങ്ങൾക്ക് എന്നെ ഇപ്പം ആദ്യമായിട്ട് എന്റെ പൊന്നാര ഉസ്താദെ, ഒരു വയലു പറയുന്ന ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. എന്റെ പെണ്ണുങ്ങൾക്കൊക്കെ വലിയ സന്തോഷത്തില്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതാ ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് നബിതങ്ങളും സ്വഹാബത്തും തിരിച്ചു വരികയാണ്. ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് നബിതങ്ങളും സ്വഹാബത്തും തിരിച്ചു വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് നബിതങ്ങളും സഹാബത്തും വരികയാ. ആ യുദ്ധത്തിന്റെ പ്രത്യേകത, ആ യുദ്ധത്തിൽ നബിതങ്ങളോടൊപ്പം ആയിഷ ബീബി റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു. അപ്പൊ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ യാത്ര നിർത്തി. കാരണം മലമൂത്ര വിസർജനങ്ങളൊക്കെ നടത്താനുണ്ട്. അപ്പൊ സഹാബത്തും നബിതങ്ങളും നിന്നു. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല ആദ്യം തന്റെ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പോയി. ആയിഷ ബീബി തന്റെ ആവശ്യമൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറി. നബിതങ്ങളും കണ്ടു, സ്വഹാബത്തും കണ്ടു ആയിഷ ബീബി കയറുന്നത്. അത് കഴിഞ്ഞപ്പോ ആണുങ്ങളെല്ലാവരും പോയി. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു വരാൻ തുടങ്ങി. അപ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു കാര്യം മനസ്സിലാകുന്നത്. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷയ്ക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്ത് അത് നഷ്ടപ്പെട്ടതാണെന്ന്.
ആയിഷ ബീബി റളിയല്ലാഹു തആല വിചാരിച്ചു പെട്ടെന്ന് പോയി എടുത്തുകൊണ്ടുവരാം. ആരോടും പറഞ്ഞില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല പെട്ടെന്ന് ഇറങ്ങി മാല തെരഞ്ഞു പോയി. ആയിഷ ബീബി പോകുന്നത് ആരും കണ്ടില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല മാല തെരഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, സഹാബത്ത് മുഴുവനും തിരിച്ചു വന്നു. എല്ലാവരും വന്നു വാഹനത്തിൽ കയറി. ആയിഷ ബീബി നേരത്തെ കയറിയതാണ്, അതുകൊണ്ട് പിന്നെ സംശയമില്ല. നബിതങ്ങളും സ്വഹാബത്തും യാത്ര തുടർന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല മാലയുമായിട്ട് തിരിച്ചു വന്നപ്പോ നബിതങ്ങളുമില്ല, സ്വഹാബത്തുമില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇരുന്ന് കരയാൻ തുടങ്ങി. ആരാരുമില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല വഴിയോരത്തിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വരുന്നത്. സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ഏറ്റവും പുറകിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരാനുള്ള കാരണം? എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് എടുത്തുകൊണ്ടുവരാൻ പ്രവാചകന് പുറകിൽ നിർത്തിയിരിക്കുന്ന സ്വഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു തആല. തന്റെ വാഹനപ്പുറത്തിങ്ങനെ വരുമ്പോ വഴിയോരത്ത് ഫർദാ ഹിജാബ് ധരിച്ചുകൊണ്ടൊരു പെണ്ണിരുന്ന് കരയുകയാണ്. ആരാണെന്നറിയില്ല. ഒറ്റയ്ക്ക് വഴിയോരത്തിരിക്കുന്നത് കണ്ടപ്പോ സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരാ നിങ്ങളാരാ? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീന മഹദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണ്. ഇന്നാ ലില്ലാഹി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷയോ ചാടിയിറങ്ങുകയാണ്. സഫ്വാൻ തങ്ങൾ അതാ വാഹനത്തിന്റെ മുകളിൽ നിന്നിറങ്ങി. ഉമ്മാ കേറുമ്മ, വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ. കയറ് പിടിച്ച സഫ്വാൻ മുമ്പിൽ നടക്കാൻ വേറെ വഴിയില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല വാഹനത്തിന്റെ മുകളിലേക്ക് കയറി. സഫ്വാൻ റളിയല്ലാഹു തആല കയറ് പിടിച്ചുകൊണ്ട് മുമ്പിൽ നടക്കുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും യാത്ര ചെയ്ത് ഒരുപാട് ദൂരമെത്തിയപ്പോഴാണ് ആയിഷയില്ലെന്നറിയുന്നത്. ആയിഷാനെ കാണാനില്ല. യാത്ര നിർത്തുകയാണ്. എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. ആയിഷ ബീവിക്ക് എന്ത് സംഭവിച്ചതെന്നറിയില്ല. അങ്ങനെ എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുമ്പോ സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറ് പിടിച്ച് നടക്കുന്നു. വാഹനത്തിന്റെ മുകളിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല നബിതങ്ങളെ കണ്ടപ്പോ, സഹാബത്തിനെ കണ്ടപ്പോ ആയിഷ ബീവി ഓടി വന്ന് നടന്നത് മുഴുവനും പറയുകയാണ്, സമാധാനമായടോ, എല്ലാവർക്കും സമാധാനമായടോ. അപ്പോഴാണ് അതാ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലൂൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനാ കൂട്ടത്തിലുണ്ട്. അവന് പേര് കൊണ്ട് മുസ്ലിമാണ്, എന്നാ മുനാഫിക്കാണ്. അവന് മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല, നിബിതങ്ങളെ ഇഷ്ടമല്ല. അവന് പറയാൻ തുടങ്ങി, ഇവര് രണ്ടുപേരും ചെറുപ്പക്കാരാണ്, ഒരുപാട് സമയം ഒറ്റയ്ക്ക് യാത്ര ചെയ്തവരാ, എന്തെങ്കിലുമൊക്കെ നടന്നു കാണുമല്ലോ. പടച്ച റബ്ബേ, അതാ പറയാൻ തുടങ്ങി. ആയിഷ ബീവിയെ കുറിച്ച് അപവാദം പറയാൻ തുടങ്ങി. മദീനത്തു ചെന്നു, കാട്ടുതീ പടരുന്ന പോലെ മദീന മുഴുവനും പടരുകയാണ്. ആയിഷ വ്യഭിചരിച്ചു. അറിഞ്ഞവർ വിശ്വസിക്കുകയാണ്. കാരണം പറഞ്ഞത് വേറെ ആരുമല്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ പോയവരാ പറഞ്ഞത്. അതുകൊണ്ട് പടച്ചവനെ, എവിടെ നോക്കിയാലും ഒരു വാർത്തല്ല, ഒരു പഞ്ചായത്തല്ല, ഒരു നാട് മുഴുവനും ചർച്ചയാണ് ആയിഷയെ കുറിച്ച്. എവിടെ നോക്കിയാലും ആയിഷാനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നിബിതങ്ങള് കേട്ട് മടുത്തടോ, അല്ലാഹുവിന്റെ റസൂലും മടുത്തടോ. അവസാനം സഹികെട്ടിട്ട് നിബിതങ്ങളെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, എന്റെ ആയിഷയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. ഞാൻ
അറിയുന്നുണ്ട് സഹാബ, ഞാൻ അറിയുന്നുണ്ട് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ. എന്നാൽ ലാകിന വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. നിബിതങ്ങൾ പറയുകയാ, എന്റെ ആയിഷയെ എനിക്കറിയാം, എന്റെ ആയിഷാനെ എനിക്കറിയാം, എന്റെ ഭാര്യ ആയിഷാനെ എനിക്കറിയാം. അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാ, അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാ. മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. ഇന്ന് വരെ മോശമായതൊന്നും എന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടിട്ടില്ല, നല്ലതല്ലാതെ ഒന്നും കണ്ടിട്ടില്ല, നല്ലതല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും എന്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാ. അവള് നല്ലവളാണ്, അവള് നല്ലവളാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഇനി അള്ള തീരുമാനിക്കട്ടെ. എനിക്ക് എന്റെ ഭാര്യയുടെ വിഷയത്തിൽ ഒരു സംശയമില്ല, അവളെ എനിക്ക് വിശ്വാസമാണ്, അവള് നല്ലവളാണ്. ഇനി നിങ്ങളുടെ സംശയം അത് പടച്ചറപ്പ് തീരുമാനിക്കട്ടെ. നിങ്ങളെ സ്വർഗം വേണോ മോളെ, സ്വർഗം വേണോ മോളെ? നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന്, നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഭാര്യയെ കുറിച്ച് വിശ്വാസമുണ്ടാകണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ചാടരുത്. അയൽവാസിയോ കുടുംബക്കാരനോ കൂടപ്പുറപ്പോ എന്തെങ്കിലുമൊക്കെ പറയും, ഫോൺ വിളിച്ചു, മെസ്സേജ് എഴുതി, ചാറ്റി, അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ ഞാൻ വരുന്നതിന് മുമ്പേ നീ പൊക്കോണം, വാരിക്കെട്ടി വീട്ടി. കഴിഞ്ഞു 20 കൊല്ലം 25 കൊല്ലത്തെ ജീവിതം കഴിഞ്ഞു. ഭർത്താവ് പറയുക ഭാര്യയോട്, നീ പൊക്കോളാൻ, നീ പൊക്കോ, നീ രക്ഷപ്പെട്ടേരെ, ഞാൻ വരുന്നതിന് മുമ്പേ പോയേരെ. കഴിഞ്ഞു നമ്മുടെ ജീവിതം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നാ നീ കണ്ടിട്ടുണ്ടോ ഇവൾ ആരെങ്കിലും ചാറ്റുന്നത്, എവനെയെങ്കിലും വീട്ടിൽ വിളിച്ച് കയറ്റുന്നത്, ഇറങ്ങാൻ പോകും? നീ കണ്ടിട്ടുണ്ടോ ഇന്ന് വരെ? ഈ 15 കൊല്ലത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും നീ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെയുള്ളതൊന്നും. എന്നിട്ട് വല്ലതും പറയുമ്പോൾ നീ എന്തിനെ വിശ്വസിക്കുന്നേ? വിശ്വാസമുണ്ടാകണം സഹോദര. നിന്റെ ഭാര്യയെ കുറിച്ച് നീ ഒരു നല്ല അഭിപ്രായം പറയണം, നല്ലവളാണെന്ന് പറയണം, അങ്ങനെ പറയിപ്പിക്കണം. പിന്നെ ഭർത്താക്കന്മാര് പടച്ചോന് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ അവസ്ഥ എന്താ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്വന്തമായിട്ട് ഫോണുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്, കള്ളം പറയരുത്, കൈവക്ക്. ഫോണുള്ളവരെ, സ്വന്തമായിട്ട് ഫോണുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്, ഒന്ന് കൈവക്കടോ. പെണ്ണുങ്ങളൊക്കെ ഫോണുള്ളവരൊക്കെ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. പടച്ചറപ്പേ, കോടികൾ വെക്കുന്ന ലോക്കറി പോലും ഇല്ലാത്ത ലോക്കാ ഇതിനകത്ത്. ഇവിടത്തെ കോടികൾ വെക്കുന്ന ലോക്കറില്ലേ, SBI ബാങ്കുകളില്ലേ, ആ ബാങ്കിൽ പോലും ഇല്ലാത്ത ലോക്കാണ് എന്റെയും നിങ്ങളുടെയും ഫോണിന്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ധൈര്യമുണ്ടോ പെണ്ണുമ്പിള്ളയുടെ കൈ കൊണ്ടു കൊടുക്കാൻ ഈ ഫോണ്? ഭർത്താവിനോട് ഞാൻ ചോദിക്കുന്ന, ഞാൻ ഉൾപ്പെടെയുള്ളവരോട്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോണ് കൊണ്ടിട്ട് ലോക്കിടാതെ നിന്റെ പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ടോ താത്ത നിനക്ക് ധൈര്യം? നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഭാര്യ ചോദിക്കാം, നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ എടുക്കണേ? നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ പരിശോധിക്കുന്ന? ഭാര്യ ചോദിക്കുന്നു, ഭർത്താവ് ചോദിക്കുന്നു, നീ എന്തിനാടി തൊട്ടതെന്റെ ഫോണിൽ? ഓൻ ബാത്റൂമിൽ പോകുമ്പോഴും ഇതാ കൊണ്ടുപോകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബാത്റൂമിൽ പോകുമ്പോഴും ഒന്ന് വെക്കത്തില്ല, കാരണം പെണ്ണുപിള്ള എടുത്താലോ. എടാ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ് ലോക്കിടാതെ ഭാര്യയുടെ മുമ്പിൽ കൊണ്ടുവെക്കാൻ ഭർത്താവിന് ധൈര്യമില്ല. കാരണം കൊണ്ടുവച്ച അവള് വാരിക്കെട്ടി വീട്ടിൽ പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതല്ലേ അവസ്ഥ? അപ്പൊ നിന്റെ ഭാര്യക്ക് പോലും കാണിക്കാൻ പറ്റാത്തത് ഫോണിലുള്ളത് കൊണ്ടല്ലേ? അപ്പൊ ഇത്രയും നാള് നമ്മൾ പറയും, ഉസ്താദെ കുട്ടികളെടുത്ത് ഗെയിം കളിക്കാതിരിക്കാനാ ലോക്കിട്ടിരിക്കുന്നത്. കുട്ടികളുടെ കയ്യിൽ നിന്റെ കയ്യിലുള്ളതിനെക്കാളും വലിയ ഫോണുണ്ട്. ഓൻ തലകണിന്റെ അത്രയുള്ള ചാബുമായിട്ടാണ് നടക്കുന്നത്. നിന്റെ ഫോൺ ആർക്ക് വേണം? പട്ടി എറിയുന്ന ഫോൺ. മക്കളുടെ കയ്യിൽ നല്ല ഫോൺ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നീ ലോക്കിടുന്നത്? ഭാര്യയുടെ ഫോൺ ഭർത്താവും തുടരുത്, ഭർത്താവിന്റെ ഫോൺ ഭാര്യയും തുടരുത്. കാരണം അതിനകത്ത് ആവശ്യമില്ലാത്തതുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. എന്തിനാ ലോക്കിടുന്നു? കൊണ്ട് വെച്ചുകൊടു. ഇതുകൊണ്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ചുകൊടു. അയ്യോ, സംശയം സംശയം സംശയമാ എന്റെ കെട്ടിയവന്. എന്റെ ഭാര്യക്ക് സംശയം. ഉസ്താദ് എങ്ങനെ നോക്കുന്നു? എന്തിനാ സംശയിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, നീ ധൈര്യമായിട്ട് കൊണ്ടുപോയി. നിനക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമല്ലോ, സന്തോഷം ഉണ്ടാകുമല്ലോ. ജീവിതത്തിൽ സമാധാനമില്ലല്ലോ.
എല്ലാവർക്കും സമാധാനമല്ലേ വേണ്ടത്? അതിനു വേണ്ടിയല്ലേ ഇങ്ങനെ വഅദും മജ്ലിസും ദുആയൊക്കെ. അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ, അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. എന്നാ അല്ലാഹ് പറഞ്ഞു കല്യാണം കഴിക്ക്, വിവാഹം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്താ സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താ മതി? ഒന്ന് പറ മക്കളെ. പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടും, കല്യാണം കഴിച്ച സമാധാനം കിട്ടും. സമാധാനം ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ താത്താമാരെ? എങ്ങനെ ഉണ്ടാകാനാ? എങ്ങനെ ഉണ്ടാകാനാ? നിനക്ക് കുടുംബജീവിതത്തിന്റെ വില എന്താണെന്നറിയോ? ഭാര്യ ഭർത്താവും തമ്മിലുള്ള വയല് കഴിഞ്ഞിറങ്ങിപ്പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു, ഇടവഴിയിലൂടെ പോവാ ഭാര്യയും ഭർത്താവും, രണ്ടറ്റത്തെ റോഡിന്റെ അക്കരയ്ക്കര നടന്നു വരിക, അല്ലെങ്കിൽ ഭർത്താവ് ഫ്രണ്ടില് ഭാര്യ പുറകിൽ ഇങ്ങനെ മിണ്ടാതെ വരും. അങ്ങനല്ല, വയല് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് നീ ആ കയ്യിലൊന്ന് പിടിക്ക്, നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറ നബിയുനാ റസൂലുള്ളാഹി. നിന്റെ ഭാര്യയുടെ കയ്യിൽ നീ ഒന്ന് പിടിക്ക്, നിന്റെ പാപം അല്ലാഹു പുറത്തു തരും, നിങ്ങൾ രണ്ടുപേരുടെയും പാപം പുറക്കും. അതാ കുടുംബജീവിതം. ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാറുണ്ടോ? ചിരിക്കാറുണ്ടോ? ആമിനായ വഴി വെച്ച് കാണുമ്പോ എന്തുവാടി ആമിന, സുഖമാണോടി? എന്തൊക്കെ ചിരിയും കളിയും തമാശയും. പെണ്ണുമ്പിള്ളയെ കാണുമ്പോഴോ കടന്തൽ കുത്തിയതുപോലെ ചിരിക്കാറുണ്ടോ? നീ വല്ലവന്റെ ഭാര്യയെ കാണുമ്പോ എന്തൊരു വിശേഷം അന്വേഷിക്കല. ഇന്ന് വരെ ഓളോട് ചോദിച്ചിട്ട് വല്ലതും തിന്ന കുടിച്ചോ? എവിടെ ചോദിക്കല്ലേ? നീ ഒന്ന് ചിരിക്കുവാപ്പ അവളുടെ മുഖത്ത് നോക്കിയിട്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത്, സഹോദരി, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് നല്ലത് പറയണം. പറയുവോ? നിന്റെ ഇക്ക പറയുന്നത്, ഉസ്താദ് എന്റെ ഭാര്യ നല്ലവള, നിസ്കരിക്കും, ഖുർആനോതും, സദക്ക കൊടുക്കും, സലാത്ത് പറയും, മജ്ലിസിൻ നൂറിന് പോകും, നല്ല വസ്ത്രം ധരിക്കും, അൽഹംദുലില്ലാ, എല്ലാം കൊണ്ടും എന്റെ ഭാര്യ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പരാതിയുള്ളൂ ഭർത്താവിന്. ഭാര്യയെ കുറിച്ച് ഭർത്താവിന് പറയാൻ ഒരു പരാതിയുള്ളൂ. ഭാര്യ നല്ലവളൊക്കെ തന്നെ, നിസ്കാരവും ദിക്റും ഖുർആനും ഹിജാബും എല്ലാം ഉണ്ട്. വഴല് കൂടുതലാ കേൾക്കുന്നത്. പക്ഷെ നാവിന് മാത്രം ഇത്തിരി നീളം കൂടുതലാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ പരാതിയില്ലേ ഉള്ളൂ. നിന്റെ ഭർത്താവിന് ആകെ ഉള്ള പരാതി നാവ് കൊണ്ട്. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണം പടച്ചവനെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലത് ചെയ്യങ്ങളെ, നല്ലത് പറയിപ്പിക്ക്. നിന്റെ ഭർത്താവിന് മുമ്പിൽ നീ നല്ലവളാകണം. നീ അതിനനുസരിച്ച് ജീവിക്ക്, നീ അതിനനുസരിച്ച് ജീവിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനാ പരസ്പരം അങ്ങോട്ടിങ്ങോട്ട് സ്നേഹിക്ക്? മനുഷ്യന്റെ ആയുസ് എപ്പോ പോണെന്നറിയില്ല. ഭർത്താവും ഭാര്യയും പരസ്പരം സ്നേഹമില്ല എന്നാ പറയുക. ഉസ്താദ് എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. താത്ത നീ ഒന്ന് സ്നേഹിക്ക്, കാക്ക നീ ഒന്ന് സ്നേഹിക്ക്. ഇന്നത്തെ അവസ്ഥ എന്താ? സ്നേഹിച്ചാ മറക്കോ? ഇപ്പത്തെ അവസ്ഥ ഒന്ന് നോക്കിക്കേ. ഭാര്യ മരിച്ചു, 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 10-20 ദിവസം കഴിഞ്ഞപ്പോ കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു, അളിയ ഒരു പെണ്ണുണ്ടടാ, ആലോചിക്കട്ടെ. 40 കഴിയട്ടെ അളിയ, 40 കഴിയാതെ കെട്ടിയ നാട്ടുകാരെന്തോ വിചാരിക്കും? ഇത്രയേ ഉള്ളൂ. ആണുങ്ങൾ പറയുന്നൊരു മറുപടി, 40 കഴിയട്ടെ. അത് കഴിയുന്നതിന് മുമ്പ് ഞാൻ പെണ്ണ് കെട്ടുന്നതിനെ കുറ്റം പറഞ്ഞില്ല. ആണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയത്തില്ല, നിങ്ങൾ പെണ്ണ് കെട്ടിക്കോ. ഭാര്യ മറന്നു പോകരുതെന്നാ പറഞ്ഞേ. ഇപ്പൊ ആരാ ഇരിക്കുന്ന? ഭർത്താവ് മരിച്ച ആരാ ഇരിക്കണേ? 4 മാസവും 10 ദിവസവും ഇద్దരി. ഏത് പെണ്ണായിരിക്കണത്? 40 വരെ തട്ടിയും മുട്ടിയും പോകും. കഴിഞ്ഞു. വല്ല പ്രായമുള്ള ഉമ്മാമ്മമാരൊക്കെ ഇരുന്ന്, അല്ലെങ്കിൽ അത്രയും ദീനുള്ളവരിയ്ക്കണം. ഇന്ന് ഇതുപോലും ഇരിക്കുന്നില്ലടോ പെണ്ണുങ്ങൾ. 40 കഴിയുമ്പോഴത്തേക്ക് പറക്ക ഹാളിൽ ഇറങ്ങി, പിന്നെ വീടിന് പുറത്തിറങ്ങി, പിന്നെ റോഡിൽ ഇറങ്ങി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ എത്രയോ ഉമ്മമാർ സ്നേഹമുള്ളവരുണ്ട്. മക്കള് ഭർത്താവ് മരിച്ചിട്ടും ജീവിക്കുന്നവരുണ്ട്. ഞാൻ പറയും, നിങ്ങൾ കല്യാണം കഴിക്കണ്ടെന്നൊന്നും പറയണില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മരിച്ചാലും മറക്കാതിരിക്കുക. മരിച്ചുപോയ ഭാര്യയെ മറക്കരുത്, മരണപ്പെട്ടുപോയ ഭർത്താവിനെ മറക്കരുത്. പുതിയ ജീവിതം തിരഞ്ഞെടുത്താലും ദുആ ചെയ്യ്. അവരെ നീ മറക്കാതെ അവരുടെ ആണ്ട് വരുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സ്നേഹിക്കുക അപ്പമാരെ, സ്നേഹിക്കുക. നിങ്ങൾ സ്നേഹിക്കുക, പ്രണയിക്കുക. ആരെ? കണ്ടവന്റെ ഭാര്യയല്ല, സ്വന്തം ഭാര്യയെ സ്നേഹിക്കുക, സ്വന്തം ഭാര്യയെ സ്നേഹിക്കുക. എന്റെ പ്രിയപ്പെട്ട